ഹലോ എവരി വൺ. അപ്പോൾ നമ്മളെ സ്ത്രീ 2 എത്തി. ആദ്യം തന്നെ നിങ്ങൾ സ്ത്രീ 1 കണ്ടതാണ്. സ്ത്രീ 1 കണ്ടതാണെങ്കിൽ മാത്രം ഇതിന് പോയി കണ്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുന്തവും മനസ്സിലാവില്ല. ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ സ്ത്രീ 1 ബേസ് ചെയ്തിട്ടുള്ള കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. അപ്പോൾ സ്ത്രീ 1 കണ്ടാൽ മാത്രമേ ഇതെന്താന്ന് കഥ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അന്തം വിട്ട കുന്തന്മാരിയ്ക്കുക. പക്ഷെ സ്ത്രീ 1 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ 1 അതിനകത്തൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഒരു വേറെ തന്നെ ഒരു വെറൈറ്റി ഈ കഥ അത് അവതരിപ്പിച്ചതും ഹൊറർ കോമഡി എന്നുള്ള രീതിയിൽ. അപ്പോൾ നല്ലൊരു എൻഗേജിങ് ആയിരുന്നു പരിപാടി. അപ്പോൾ ഇതും സെയിം പാറ്റേണിൽ തന്നെ പിടിച്ചേക്കണാണ്. പിന്നെ കഥ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് സ്ത്രീ 2 എന്നുള്ള സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കഥ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിച്ച ഒരു ഹൈപ്പിനൊത്ത പരിപാടി എന്തായാലും എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, കണ്ടിരിക്കുക, വൺ ടൈം വാച്ച് എന്നുള്ള രീതിയിൽ ഒതുങ്ങിപ്പോയി. അപ്പോൾ നിങ്ങൾ മറ്റേ മാഡോക് ഫിലിംസിന്റെ ഹൊറർ യൂണിവേഴ്സ് രീതിയിൽ ഫോളോ ചെയ്യണ ടീമാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്ത്രീ, ബേഡിയ, റൂഹി, ഈ മൂഞ്ചിയ അങ്ങനെ ഉള്ളത് ഫോളോ ചെയ്യണ ടീമാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പരിധി വരെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് മൂഞ്ചിയാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എന്തായാലും ബെറ്ററാണ് പരിപാടി. ബട്ട് എന്നാലും എവിടെയോ സംതിങ് മിസ്സിങ് എന്നുള്ള രീതിയിലാണ്. അങ്ങോട്ട് ഫുള്ളായിട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. കോമഡി ഉണ്ട്, കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മുടെ പങ്കജ് ത്രിപാഠി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ കാര്യങ്ങൾ കോമഡി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാന, അതിലുള്ള ഇടക്കിടക്ക് പ്രേതം കൊണ്ടവൻ, അവന്റെ കോമഡി പൊളിയാണ്. പിന്നെ രാജ്കുമാറും ഇടക്കിടക്ക് ട്രൈ ചെയ്യുന്നുണ്ട് കോമഡി, അതായത് നായകൻ. അപ്പൊ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇവരെ പരിപാടി അങ്ങനെ തന്നെയല്ല, ഹൊറർ പ്ലസ് കോമഡി എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ പേടിപ്പിച്ച് ഫുൾ ത്രൂ ഔട്ട് ഇരുത്തുന്ന പരിപാടിയല്ല. നമ്മൾ ഇതിനു മുമ്പ് ട്രെയിലറിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൊറർ പ്ലസ് കോമഡി എന്നുള്ളതാണ് ഇവരെ പരിപാടി. അപ്പൊ ആ രീതി തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത്. പക്ഷെ കഥ അങ്ങോട്ട് കൺവിൻസിങ് ആയില്ല എന്നെ സംബന്ധിച്ച്. പിന്നെ ക്യാമിയോ ഉണ്ട്. ക്യാമിയോ പ്രതീക്ഷിച്ച പോലെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കേട്ടത്. അപ്പൊ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, 2-3 പേരേ ഉള്ളൂ. അതിനകത്ത് ഒരാള് നമ്മുടെ പ്രതീക്ഷ എല്ലാവരും അറിയാവുന്ന തന്നെയാണ്. പിന്നെ പറയേണ്ട കുഴപ്പമൊന്നുമില്ല, അക്ഷയ് കുമാറാണ്. അക്ഷയ് കുമാർ ഉണ്ടെന്ന് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ ഇത് എവിടെയും പ്ലേസ് ചെയ്യാൻ പോണെന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ മുതലിന്. കാരണം ഇത് ചെറിയ മുതലൊന്നുമല്ലല്ലോ. അക്ഷയ് കുമാർ പോലത്തെ ഒരു ക്യാരക്ടർ വരുമ്പോ അത്രയും ഹെവി അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള നല്ല ഇടിവെട്ട് ക്യാരക്ടറാണ് കൊടുക്കേണ്ടത്. ബട്ട് ഒരു സാധാരണ പാർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നൊരു ക്യാരക്ടർ, അല്ലാണ്ട് അക്ഷയ് കുമാറിന് പറ്റിയൊരു ക്യാരക്ടറൊന്നുമില്ല. അപ്പൊ അത് എനിക്ക് അത്ര ക്ലിക്കായില്ല ആ പരിപാടി. അപ്പൊ അക്ഷയ് കുമാറിന്റെ ഇത് വളരെയധികം മോശമായിപ്പോയി. മോശം. പിന്നുള്ളത് നമ്മളെ പാട്ടിൽ കാണുന്നത് കാവാല തമന്ന പാട്ടിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും കുറച്ചുണ്ട്. അതിന് വെറുതെ ഇട്ടേക്കണല്ലോ, വലിയ കാര്യമൊന്നുമില്ല. പിന്നുള്ളൊരു ക്യാമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ തന്നെ സീരീസിലുള്ള ഒരു ബേഡിയായിട്ട് തന്നെ അവനാണ്, വരുണാണ്. അത് ലാസ്റ്റ് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. അവഞ്ചേഴ്സിലൊക്കെ വന്ന മാതിരി ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വരുവാണ് ക്ലൈമാക്സിൽ. അപ്പൊ അതെന്തായാലും കൺവിൻസിങ് ആണ്. അങ്ങനെ 2-3 ക്യാമിയോ ആണ് ഉള്ളത്. ഓവറോൾ പറയാനാണെങ്കിൽ മച്ചന്മാരെ സർക്കട്ടെ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കൊണ്ടുവന്നിട്ട് എൻ്റെ പൊന്നെ കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ പറ്റും. അമ്മാതിരി മുഖവും ഒരു ജാതി ലുക്കൊക്കെ ആയിട്ട് ഒരു സാധനം. അപ്പൊ അതിനെ തട്ടാൻ വേണ്ടിയാണ് നമ്മുടെ സ്ത്രീനെ പിന്നെയും കൊണ്ടുവരുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം, നല്ലതാണെന്ന്. കാരണം ഇടക്കിടക്ക് കോമഡി ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഇത് ഹൊറർ പടമാണെന്നുള്ളത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ VFX കുഴപ്പമില്ല, ക്യാമറ വർക്ക് കൊള്ളാം. ബട്ട് ഞാൻ പറഞ്ഞ ഇപ്രാവശ്യം വന്ന മെയിൻ വില്ലൻ, അതായത് സർക്കട്ടെ, അതങ്ങനെ അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. അതാണ് ഒരു പോരായ്മ മെയിനായിട്ട്. പിന്നെ അക്ഷയ് കുമാറിന്റെ പ്ലേസിങ് അത് തീരെ തീരെ മോശമായിപ്പോയി. കാരണം പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റാർഡം എങ്കിലും വെച്ചിട്ട് ഒരു നല്ല ഇടിവെട്ട് റോള് കൊടുക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് സർക്കട്ടെ അക്ഷയ് കുമാറിനെങ്കിലും ആക്കിയെങ്കിൽ പിന്നെ ഇത്തിരി ഒരു ഗെറ്റപ്പ് ഉണ്ടായിരുന്നല്ല. പിന്നെ ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടിൽ ദെൻ ബൈ. പിന്നെ ഇതിന്റെ തേർഡ് ഇനിയിപ്പോൾ എന്താണോ ഇപ്പൊ രണ്ടാമത്തേതിന് ഈ ഒരു ഗതി ആയതുകൊണ്ട് ഇനി മൂന്നാമത്തിന് എന്തായിരിക്കും അവതാരം ഒന്നും അറിയില്ല. ഇത് തലയില്ലാത്ത അവതാരമാണെങ്കിൽ അടുത്തത് ഇനി സ്ട്രോ ഇട്ട് ഇവിടുന്ന് കുടിക്കും എന്നൊക്കെയാണ് പറയണം. അപ്പൊ എന്താണെന്നുള്ളത് കണ്ടറിയാം. ഓക്കെ.